ആനിമെ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ നറൂട്ടോ എന്ന പേര് ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഷോണം ബിഗ് ത്രീയിലെ തന്നെ ഒന്നാണ് നറൂട്ടോ. 720 എപ്പിസോഡിൻ്റെ അടുത്തുള്ള ഒരു സീരീസാണിത്. ക്ലാസിക്, ഷിപ്പിഡൻ അങ്ങനെ ഒരുപാട് വാസ്റ്റായി കിടക്കുന്ന സീരീസാണിത്. പക്ഷേ നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ 720 എപ്പിസോഡ് തീരുന്നത് നിങ്ങൾ പോലും അറിയില്ല. നറൂട്ടോ എന്ന് പറയണത് ഒരു വികാരമാണ്. ഞാൻ ഇപ്പോഴും പല എപ്പിസോഡുകളും റീവാച്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പല യൂട്യൂബ് ചാനലിൽ പോയിട്ട് പല റിയാക്ഷൻ വീഡിയോസ് കാണുമ്പോഴും ഇപ്പോഴും എന്നെ അതിശയിപ്പിക്കുന്ന ഒരു സീരീസാണ് നറൂട്ടോ. പ്രത്യേകിച്ച് പെയിൻ ആർക്ക്, ചൂനിൻ എക്സാം ആർക്ക്, സാസുക്കെ റിട്രീവൽ ആർക്ക്, വാർ ആർക്ക്, അങ്ങനെ ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് മായാത്ത ഒരുപാടധികം ആർക്കുകളും ഒരുപിടി എപ്പിസോഡുകളും സമ്മാനിച്ചൊരു സീരീസാണ് നറൂട്ടോ. ഇത് കണ്ടവർക്ക് ആർക്കും തന്നെ ഇതിലെ ക്യാരക്ടേഴ്സിനെ മറക്കാൻ പറ്റില്ല. നറൂട്ടോ, സാസുക്കെ, കക്കാഷി, ഷിക്കമാറു, ഗാര, റോക്ക് ലീ, മൈറ്റ് ഗൈ, ഒബീറ്റോ, മിനാറ്റോ, മാദറ, അങ്ങനെ കുറേയധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതിൽ ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ ആരെയൊക്കെ ഞാൻ വിട്ടു എന്ന് പറഞ്ഞാലും നറൂട്ടോ കണ്ടവർ മരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും മറക്കാത്തൊരു ക്യാരക്ടറാണ് ഇറ്റാച്ചി. ഇറ്റാച്ചി എന്നുള്ള പേര് നറൂട്ടോ എന്ന് കണ്ടവർ മാത്രമല്ല, ആനിമെ കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാവും. അത്രയും ഫേമസ് ആണ് ഈ ഒരു ക്യാരക്ടർ. ഈ ക്യാരക്ടറിനെ മറന്നുകൊണ്ട് ജീവിക്കുക എന്ന് ഞാൻ പറയണത് ഒരു എക്സാജറേഷൻ അല്ല. ഈ ഒരു ക്യാരക്ടറിനെ കണ്ടതിന് ശേഷം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര ഹൈപ്പ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കും. സോ അങ്ങനെയുള്ള ഇറ്റാച്ചി ഉച്ചിഹ എന്ന് പറയുന്ന നറൂട്ടോയിലെ തന്നെ ഇൻഫേമസ് ക്യാരക്ടറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നറൂട്ടോ ക്ലാസിക് തൊട്ടേ നമ്മളെ ഫ്ലാഷ് ബാക്കിലെ എപ്പിസോഡുകളിലൂടെയും ഹിറുസൻ്റെ മരണത്തിന് ശേഷമുള്ള എപ്പിസോഡുകളിലുമായിട്ട് ഇറ്റാച്ചിയെ കാണിച്ചു പോകുന്നുണ്ട്. എത്ര ക്രൂവലും പവർഫുള്ളുമാണ് ഇറ്റാച്ചി എന്ന് നമ്മൾ ഇവിടെ വെച്ച് മനസ്സിലാക്കുന്നുണ്ട്. സ്ട്രോങ്ങസ്റ്റ് എന്ന് കരുതിയ കക്കാഷിയെയും ചിതോരി ടെക്നിക്ക് പഠിച്ച സാസുക്കിയെയും ഇറ്റാച്ചി സിമ്പിളായിട്ട് ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. കാമായിട്ടും സൈലൻ്റായിട്ടും ചാമിങ്ങും ആയിട്ടുള്ള ഇറ്റാച്ചിയെ നമുക്ക് അന്ന് തന്നെ ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. പക്ഷെ തൻ്റെ ശക്തി കാണിക്കാൻ വേണ്ടി സ്വന്തം ക്ലാനിനെ തന്നെ ഇല്ലാതാക്കി എന്ന കാര്യവും സാസുക്കയുടെ ഹേറ്റ്രഡും സോളിറ്റ്യൂഡിനും ഇറ്റാച്ചി ഒരു മെയിൻ കാരണമാണെന്ന് അറിഞ്ഞതും അദ്ദേഹത്തെ ഒരു വില്ലൻ സൈഡിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ സാസുക്കെ ഒറോച്ചിമാറുവിൻ്റെ അടുത്തേക്കും നറൂട്ടോ ട്രെയിനിങ്ങിനായിട്ട് ജിറായയുടെ അടുത്തേക്കും പോകുന്നതിലാണ് നറൂട്ടോ ക്ലാസിക് അവസാനിക്കുന്നത്. ബട്ട് ക്ലാസിക്കിൽ തന്നെ നമ്മൾ ഇറ്റാച്ചിയുടെ പാസ്റ്റ് കാണുന്നുണ്ട്. വളരെ പാവപ്പെട്ട സാസുക്കെയെക്കുറിച്ച് ഒരുപാട് കെയർ ചെയ്യുന്ന ഉച്ചിഹ ക്ലാനിൻ്റെ അഭിമാനമായ ഇറ്റാച്ചിയുടെ ബിട്രയൽ വളരെ മിസ്റ്റീരിയസ് ആയിട്ടാണ് ക്ലാസിക്കിൽ കാണിച്ചു പോയത്. അങ്ങനെ ഷിപ്പുഡൻ തുടങ്ങുന്നു. അക്കാറ്റ്സുക്കി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇറ്റാച്ചി എന്തിന് നറൂട്ടോ ക്ലാസിക്കിൽ വന്ന് പിടിച്ചു കൊണ്ടുപോകാൻ നോക്കിയെന്നും എന്താണ് ഈ ജിൻചുറുക്കിയെ വെച്ചിട്ട് അവർ ചെയ്യാൻ പോകുന്നതും എല്ലാം നമ്മൾ കാണുമ്പോൾ എന്തുകൊണ്ട് ഇറ്റാച്ചി അക്കാറ്റ്സുക്കിയുടെ കൂടെ ചേർന്നു എന്നുള്ളതും അദ്ദേഹത്തെ ഒരുപാട് മിസ്റ്റീരിയസും ആക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഒരു പ്യുവർ വില്ലനാണ് എന്നുള്ളൊരു സൈഡിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ഇറ്റാച്ചിയെ വീണ്ടും വെറുക്കാൻ തുടങ്ങുകയാണ്. സാസുക്കെ ആണെങ്കിൽ ഒരു ടീമുണ്ടാക്കി ഇറ്റാച്ചിക്കെതിരെ റിവഞ്ച് എടുക്കണം എന്ന് പറഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നറൂട്ടോയിൽ നമ്മൾ ഇത്രയും കാലം ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഫൈറ്റ് വരികയാണ്. സാസുക്കെ വേഴ്സസ് ഇറ്റാച്ചി. പല പല കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അക്കാറ്റ്സുക്കി കുറേ ജിൻചുറുക്കികളെ കളക്ട് ചെയ്യുന്നുണ്ട്. അക്കാറ്റ്സുക്കിയിൽ കുറച്ച് പേരെ നറൂട്ടോയും അവരൊക്കെ കൂടി ഇല്ലാതാക്കുന്നുണ്ട്. അങ്ങനെ പലതും അവിടെയും ഇവിടെയും നടന്നു പോകുന്നുണ്ട്. അവസാനം ഇറ്റാച്ചിയും സാസുക്കയും തമ്മിലുള്ള ഫൈറ്റ് വന്നാണ്. ആ ഫൈറ്റിൽ ഇറ്റാച്ചി മരിക്കുകയാണ്. സാസുക്കെ ഇറ്റാച്ചിയെ ഇല്ലാതാക്കിയതിന് ശേഷം ബോധം കെട്ട് കിടക്കുകയും ഒബീറ്റോ ആണ് വന്നിട്ട് സാസുക്കയെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതും ഇവിടെ വെച്ചിട്ടാണ് ഒബീറ്റോ സാസുക്കയോട് ഇറ്റാച്ചി ആരായിരുന്നു എന്നും അദ്ദേഹം എന്തിനിതൊക്കെ ചെയ്തു എന്നും പറയുന്നത്. ആ മൊമെൻറ്റിലാണ് സാസുക്കയും നമ്മളും അറിയുന്നത് എന്തായിരുന്നു ഇറ്റാച്ചി എന്നുള്ളത്. കാരണം നമ്മൾ ഈ ഫ്ലാഷ് ബാക്കും ഇറ്റാച്ചി വില്ലനാണെന്നുള്ള തോന്നലും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇറ്റാച്ചി എപ്പോഴും ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഒരുപാടധികം ഇൻഫോർമേഷൻ നമുക്ക് കിട്ടാത്ത, ഒരിക്കലും നമുക്ക് പിടിതരാത്തൊരു ക്യാരക്ടറാണ് ഇറ്റാച്ചി. സോ അദ്ദേഹം നല്ല ശക്തനാണ്, അദ്ദേഹത്തിന് നല്ല ഇൻ്റലിജൻസ് ഉണ്ട്, റൂത്ത്ലെസ് ആണ് എന്നുള്ള കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ നമുക്കും അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. അദ്ദേഹം തൻ്റെ അച്ഛനും അമ്മയെയും അനിയനെയും എന്തിനങ്ങനെ ചെയ്തു, അദ്ദേഹം സ്വന്തം ക്ലാനിനെ തന്നെ ഇല്ലാതാക്കി, അദ്ദേഹം അത്രയും ഈവിലായിരുന്നെങ്കിൽ എന്തുകൊണ്ട് തുടക്കത്തിൽ അദ്ദേഹം വളരെ പാവപ്പെട്ട ആളെ പോലെ നടന്നു, ശരിക്കും സാസുക്കയെ പറ്റിക്കുകയായിരുന്നോ എന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ മൈൻഡിൽ തുടക്കം തൊട്ടേ ഉണ്ട്. സോ അതിനൊരു ഉത്തരം കിട്ടുന്ന മൊമെൻ്റായിരുന്നു ഒബീറ്റോ സാസുക്കയോട് സംസാരിക്കുന്നത്. ഇവിടെ വെച്ചാണ് നമ്മൾ ഇറ്റാച്ചിയെക്കുറിച്ച് അറിയുന്നത്. അതായത് വില്ലേജുകാർ ഉച്ചിഹ ക്ലാനിൻ്റെ ഓരോ പ്ലാനുകൾ അറിയാൻ വേണ്ടിയിട്ട് വെച്ചൊരു സ്പൈ ആയിരുന്നു ഇറ്റാച്ചി.
എന്നാൽ ഉച്ചിയ ക്ലാന് വില്ലേജുകാരുടെ പ്ലാൻ അറിയാൻ വേണ്ടി വെച്ച് തന്നൊരു സ്പൈ കൂടിയായിരുന്നു ഇറ്റാച്ചി. അതായത് രണ്ട് കൂട്ടർക്കും ഒരു സ്പൈ ആയിരുന്നു അദ്ദേഹം. സോ ഇങ്ങനെ ഡബിൾ സ്പൈ ആയിരുന്ന ഇറ്റാച്ചിയുടെ സാക്രിഫൈസാണ് നാറൂട്ടോയിലെ ഏറ്റവും വലിയ പ്ലോട്ട് ട്വിസ്റ്റ്. ഇതിലെ ക്യാരക്ടേഴ്സിനെ മാത്രമല്ല ഓൾ വേൾഡിനെയും സ്റ്റോറിയെയും പുതിയൊരു പേഴ്സ്പെക്റ്റീവ് നമുക്ക് കാണിച്ചു തന്ന മൊമെൻ്റ് ആയിരുന്നു അത്. ഉച്ചിയ ക്ലാനും അവരുടെ ബേർഡനും നമുക്ക് പിന്നീടൊരു വീഡിയോയിൽ സംസാരിക്കാം. പക്ഷെ നിങ്ങൾ മെയിനായിട്ട് ഇത് മാത്രം അറിയുക, ഉച്ചിയ ക്ലാന് വില്ലേജിൽ ഒരു സിവിൽ വാർ ഉണ്ടാക്കി ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് മനസ്സിലാക്കി ഇറ്റാച്ചി ആ വില്ലേജിലെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇത് പറയുകയാണ്. ഹിരുസൻ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് സമയം കൂടി തരൂ, ഞാൻ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷെ ഡാൻസോ അവിടെ വരികയും അദ്ദേഹം ഇറ്റാച്ചിയെ ഒറ്റയ്ക്ക് നിർത്തിക്കൊണ്ട് രണ്ട് ചോയ്സ് കൊടുക്കുകയാണ്. നിൻ്റെ ക്ലാൻ്റെ ഒപ്പം നിൽക്കാം, അല്ലെങ്കിൽ വില്ലേജിൻ്റെ ഒപ്പം നിൽക്കാം. ക്ലാൻ്റെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ എന്തായാലും സിവിൽ വാർ ഉണ്ടാവും, രണ്ട് കൂട്ടർക്കും കാഷ്വാലിറ്റി ഉണ്ടാവും. ഈ സമയത്ത് മറ്റേതെങ്കിലും ഒരു വില്ലേജ് നമ്മളെ ആക്രമിച്ചാൽ നമ്മൾ മൊത്തത്തിൽ തകർന്നു പോകും. ബട്ട് നീ വില്ലേജിൻ്റെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ ഉച്ചിയ ക്ലാനിലെ എല്ലാവരെയും നീ കൊല്ലുകയും എന്നാൽ നിൻ്റെ അനിയന് മാത്രം ഞങ്ങൾ സേഫ്റ്റി തരാമെന്നും പറയുകയാണ്. ഇറ്റാച്ചിക്കും വേറെ വഴിയില്ലാതെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ തന്നെ എടുക്കുകയാണ്. തൻ്റെ മനുഷ്യത്വം എല്ലാം കളഞ്ഞ് വില്ലേജിൻ്റെയും സാസുകയുടെയും പീസിന് വേണ്ടി അദ്ദേഹം തൻ്റെ കുടുംബം ഉൾപ്പെടെ തൻ്റെ ക്ലാനിനെ ഇല്ലാതാക്കുകയാണ്. ഇറ്റാച്ചി ചെറുപ്പത്തിൽ തന്നെ യുദ്ധത്തിൻ്റെ ഭീകരത കണ്ടിട്ടുണ്ട്. സോ ആ അവസ്ഥ ഒരാൾക്കും വരരുത് എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തെ ഇങ്ങനൊരു കാര്യത്തിലേക്ക് നയിച്ചത്. ഈ സത്യം നമ്മളും സാസുകിയും അറിയുന്നത് ഇറ്റാച്ചിയുടെ മരണശേഷമാണ്. ക്ലാനുകൾ തമ്മിലുള്ള യുദ്ധം ഇല്ലാതാക്കാനും കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞു വിടുന്നത് ഒഴിവാക്കാനുമാണ് കാലങ്ങളായി വില്ലേജിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വരുന്നത്. അതുകൂടാതെ ഹൊക്കാഗെ എന്ന് പറയുന്നൊരു ടൈറ്റിലും വെച്ചിരിക്കുന്നത്. എന്നാൽ ഓരോ ഹൊക്കാഗെയുടെ പീരീഡിലും ഈ ഡാർക്കും അല്ലെങ്കിൽ ഷാഡോയിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട ഒരുപാടധികം കാര്യങ്ങളുണ്ടാവും. ഒരിക്കലും പുറം ലോകം അത് അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ. ഇതെല്ലാം ചെയ്തു വരാൻ വേണ്ടി ഒരു ഷാഡോ ഹൊക്കാഗെ എന്ന് പറയുന്ന പോലത്തെ ഒരു ആളുണ്ടാവും. നമ്മൾ ഹിരുസൻ്റെ കാലഘട്ടത്തിൽ ഡാൻസോനെ അത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാടധികം ഹെയ്റ്റ് വരുന്നുണ്ടെങ്കിലും അദ്ദേഹം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. എന്നാൽ എന്താ പറയുക, ഇറ്റാച്ചി അത്രത്തോളം പ്രായം എത്തിയിട്ടില്ലെങ്കിലും ഒഫീഷ്യലി അങ്ങനെ ഒരു ടൈറ്റിൽ ഇല്ലെങ്കിലും, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പല ആൾക്കാരും അദ്ദേഹത്തെ ഒരു ഹൊക്കാഗെ ലെവലിൽ ട്രീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി അദ്ദേഹം വില്ലേജിന് എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം ആ മൊമെൻറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പീസ് എന്ന ഇല്യൂഷനിൽ ജീവിക്കുന്ന വില്ലേജിലെ ആൾക്കാർക്ക് പല കാര്യങ്ങളും അറിയുന്നത് പോലുമില്ല. അവർക്ക് വേണ്ടി ഒരു വില്ലേജിൻ്റെയും തൻ്റെ ക്ലാൻ്റെയും ഹേറ്റ്രഡ് ഇറ്റാച്ചി സ്വീകരിക്കുകയാണ്. ഒബീറ്റോ പറഞ്ഞ പോലെ ഇറ്റാച്ചി വില്ലേജിന് വേണ്ടി സാസ്കിക്ക് വേണ്ടിയും ഒരു ട്രെയിറ്ററായിട്ടും ക്രിമിനലായിട്ടാണ് മരിച്ചത്. ലവിൻ്റെ സ്ഥാനത്ത് ഹേറ്റ്രഡാണ് അദ്ദേഹം സ്വീകരിച്ചത്. എന്നാലും ഇറ്റാച്ചിയുടെ മുഖത്ത് ഒരു പുഞ്ചിരിയോട് കൂടിയിട്ടാണ് ഇറ്റാച്ചി മരിച്ചത്. താൻ ആരെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടാണോ അത്രയും കാലം നടന്നത്, അദ്ദേഹത്തിൻ്റെ സാക്രിഫൈസാണ് തൻ്റെയും വില്ലേജിലെ ആൾക്കാരുടെയും പീസിന് കാരണം എന്നറിഞ്ഞ സാസുകയുടെ എല്ലാ പേഴ്സ്പെക്റ്റീവും ഇവിടെ വെച്ച് മാറുകയാണ്. മാംഗെക്യോ ഷെരിംഗൻ സാസുകയ്ക്ക് അവേക്കൻ ചെയ്യുന്നുണ്ട്. സാസുകയെക്കുറിച്ച് നമുക്ക് പിന്നീടൊരു വീഡിയോ ചെയ്യാം. പക്ഷേ ഇറ്റാച്ചിയെക്കുറിച്ചുള്ള സത്യം അറിഞ്ഞതിന് ശേഷമാണ് മാംഗെക്യോ ഷെരിംഗൻ അവിടെ വരുന്നത്. ഇറ്റാച്ചി മരിച്ച ഉടനെ വരുന്നില്ല എന്നുള്ളത് നല്ലൊരു റൈറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ഇതേപോലെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പല കാര്യങ്ങൾക്കും ഇറ്റാച്ചി വില്ലേജിന് വേണ്ടി നിൽക്കുകയാണ് ചെയ്തത്. സോ എന്നും വില്ലേജിലെയും തൻ്റെ അനിയൻ്റെയും ഭാവിക്ക് വേണ്ടി പോരാടിയ ഒരാളായിരുന്നു ഇറ്റാച്ചി. 13ാമത്തെ വയസ്സിൽ തന്നെ അൺബ് ഡിവിഷൻ്റെ ക്യാപ്റ്റൻ ആവുക, ഉച്ചിയ ക്ലാനിൻ്റെ തന്നെ ഒരു പ്രൈഡ് ആവുക, വില്ലേജിലെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന സ്നേഹിക്കുന്ന ഒരു കുട്ടിയാവുക, അതായിരുന്നു ഇറ്റാച്ചി. തൻ്റെ ഫാമിലി, ക്ലാന്, ഹാപ്പിനെസ്, റെപ്യൂട്ടേഷൻ എല്ലാമാണ് ഇറ്റാച്ചി ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടി സാക്രിഫൈസ് ചെയ്തത്. ഇതിലെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ വില്ലേജിലെ ഹൊക്കാഗെ ഉൾപ്പെടെ കുറച്ചു പേർക്ക് മാത്രമേ ഇത് അറിയുള്ളൂ എന്നതാണ്. ഇറ്റാച്ചിയുടെ മരണശേഷമാണ് സാസുകെ, നറൂട്ടോ, കക്കാഷി പോലുള്ളവർ ഒബീട്ടോയിലൂടെ അത് അറിയുന്നത്. സോ തൻ്റെ പ്രശ്നങ്ങൾ ഒരാളുടെ അടുത്ത് പോലും ഇറ്റാച്ചിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ പറയണത് കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ആൾക്കാരുടെ ഒപ്പം ഷെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒപ്പം ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടുന്നുള്ളത്. പക്ഷേ ഇറ്റാച്ചിക്ക് അതും പറ്റില്ല. ഇറ്റാച്ചി ആരോടാ ഷെയർ ചെയ്യുക? അദ്ദേഹം ആരോടും ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല, അദ്ദേഹം എവിടെ പോകുമ്പോഴും ആൾക്കാർ അദ്ദേഹത്തെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഉച്ചിയ ക്ലാൻ കില്ലർ എന്നുള്ളതാണ്. സോ അത്രയും എന്താ പറയുക, വേദനയിൽ ജീവിക്കേണ്ടി വരുന്നൊരു ക്യാരക്ടറാണ്. ഇത് ഇറ്റാച്ചിയുടെ അച്ഛൻ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം മാൻ്റെ അടുത്ത് പറയുന്നത്, നീ ശരിക്കും ഒരു നല്ലൊരു കുട്ടിയാണ്, ഞങ്ങളുടെ വേദന ഇപ്പം മാറും, നീയാണ് ജീവിതകാലം മൊത്തം സഹിക്കേണ്ടത് എന്നുള്ളത്. സോ
ഇത് തന്നെയായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ഞാൻ പറയാം. ഇറ്റാച്ചി എന്ന് പറയുന്ന ക്യാരക്ടർ എല്ലാം തികഞ്ഞൊരു ക്യാരക്ടറല്ല. അദ്ദേഹത്തിന് ഒരു വീക്ക്നെസ് ഉണ്ട്. അതിതാണ്, അദ്ദേഹം വിശ്വസിച്ചിരുന്നത് എല്ലാ ബേർഡനും താൻ സ്വീകരിക്കണം, അല്ലെങ്കിൽ തൻ്റെ അനിയനെയോ വേറൊരാളെയും അത് അറിയിക്കരുത് എന്നുള്ളത്. ഇതുകൊണ്ടാണ് അദ്ദേഹം പല സമയത്തും മിസ്റ്റീരിയസ് ആയി പോകുന്നതും സാസുകയ്ക്കും നമുക്കും അദ്ദേഹത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തതും. പക്ഷേ ഇത് ഇറ്റാച്ചിയെ ഐസൊലേറ്റഡ് ആക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ആകെ വിശ്വസിച്ചിരുന്നൊരു ക്യാരക്ടർ ഷുസൂയിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടി മരണം വന്നപ്പോൾ അദ്ദേഹത്തിന് വേറൊരാളെയും വിശ്വസിക്കാൻ പറ്റാതെ ആവുകയാണ്. പക്ഷേ ഇത് ഇറ്റാച്ചി ചെയ്തത് തെറ്റാണോ ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഇറ്റാച്ചിക്ക് ആകെ ഉണ്ടായിരുന്നൊരു ഫ്രണ്ട്, അല്ലെങ്കിൽ പീസിന് വേണ്ടി ശ്രമിച്ച ആകെ ഒരു ഫ്രണ്ട് ഷുസൂയിയാണ്. ആ ഷിസൂയി കൂടി മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഇറ്റാച്ചിക്ക് പിന്നെ ആരെ ട്രസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല. വളർന്നു വരുന്നൊരു കുട്ടിയായിട്ടുള്ള സാസുക്കയുടെ അടുത്ത് ഇത് പോയി പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ അവനെ കൂടി ഈ ഒരു പ്രശ്നത്തിലേക്ക് ഉൾപ്പെടുത്തണോ, അവൻ നല്ല രീതിയിൽ വളർന്നോട്ടെ എന്നുള്ളൊരു ചിന്തയാണ് ഇറ്റാച്ചിയെ ഇങ്ങനെ ചെയ്യിച്ചത്. സോ അത് അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് ആണോ ചോദിച്ചാൽ അല്ല, പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ആ ഒരു വീക്ക്നെസ് കാരണമാണ് അദ്ദേഹം ഇത്രത്തോളം അവസ്ഥകൾ അനുഭവിച്ചത്. പക്ഷെ നമുക്ക് ഒരിക്കലും അത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ സമയത്ത് ഇറ്റാച്ചിയുടെ പ്രായത്തിൽ നമ്മളാണെങ്കിൽ ഇതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. എങ്ങനെ വേണമെങ്കിലും വില്ലേജ് ആയിക്കോട്ടെ, നമ്മുടെ കുടുംബത്തിനെ രക്ഷിക്കാമെന്നായിരിക്കും നമ്മൾ നോക്കുക. സോ അത്രയും പ്രഷർ സിറ്റുവേഷനിൽ അത്രയും നല്ലൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ ഇറ്റാച്ചിയെ കൊണ്ട് ഇതാണ് പറ്റുന്നത്. അത് അദ്ദേഹം ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കാലിബർ അല്ലെങ്കിൽ ഇൻ്റലിജൻസിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഹിറുസെൻ ഇറ്റാച്ചിയെക്കുറിച്ച് പറഞ്ഞത് വെറും 7-ാമത്തെ വയസ്സിൽ തന്നെ ഒരു ഹൊക്കാഗെയെ പോലെ ചിന്തിക്കാൻ ഇറ്റാച്ചിക്ക് പറ്റി എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇറ്റാച്ചിയെ ഇത്രത്തോളം സ്ട്രോങ് ആക്കുന്നതും. ഗോഡ് ഓഫ് ഗെൻജുറ്റ്സു എന്ന വിളിപ്പേരും അമാത്രാസു, സുസാനോ, ഫയർ സ്റ്റൈൽ ജുറ്റ്സു, സുക്കിയോമി, നിൻജുറ്റ്സു ഇങ്ങനെയുള്ള ഒരുപാടധികം സ്ട്രെങ്ത്തുകൾ ഉണ്ടെങ്കിലും ഇറ്റാച്ചിയെ ഒരു സ്ട്രോങ് ടോപ്പ് ടയർ ക്യാരക്ടർ ആക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസാണ്. യുദ്ധം, പൊളിറ്റിക്സ്, ഭയം, സന്തോഷം, പേടി, പീപ്പിൾ, പവർ, റിവഞ്ച് അങ്ങനെ എല്ലാ വിഷയത്തിലും ഇറ്റാച്ചിക്ക് വേറിട്ടൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. എത്ര വലിയ ആപത്തും കാമായി നേരിടാനുള്ള അദ്ദേഹത്തിൻ്റെ എബിലിറ്റി എടുത്തു പറയേണ്ടതാണ്. ഇറ്റാച്ചി സാസുകയ്ക്കും നറൂട്ടോയ്ക്കും കൊടുക്കുന്ന അഡ്വൈസ് എത്രമാത്രം മീനിങ് ഫുള്ളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. തൻ്റെ വേണ്ടപ്പെട്ടവരുടെ മരണം ഉൾക്കൊള്ളാൻ പറ്റാത്തതിൽ വന്ന ഹേറ്റ്രഡാണ് ഉച്ചിയ ക്ലാൻ്റെ കേസ്. മാദറയും ഒബീറ്റോയും ഇതിൽ പെട്ടുപോകുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇറ്റാച്ചിയെ ഒരു പരിധിവരെ ഇതിൽ നിന്നും മാറ്റി നിർത്തുന്നത് അദ്ദേഹത്തിൻ്റെ വിസ്ഡമാണ്. ബട്ട് സാസുകയ്ക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇറ്റാച്ചിയും അവരുടെ അതേ പാത്തിലേക്ക് പോയേനെ. സോ സാസുകയെയും വില്ലേജിനെയും തൻ്റെ അവസാനം വരെ രക്ഷിച്ചുകൊണ്ടാണ് ഇറ്റാച്ചി മരിക്കുന്നത്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഓരോ മെഷേഴ്സും അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇറ്റാച്ചിയെ പോലൊരു എതിരാളി വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഗെൻജുറ്റ്സുവോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫയർ സ്റ്റൈലോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, അദ്ദേഹത്തിൻ്റെ വിസ്ഡമാണ്, അദ്ദേഹത്തിന് പീപ്പിളിനെ റീഡ് ചെയ്യാനുള്ള കഴിവാണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി വരുന്നതുകൊണ്ടാണ് ഇറ്റാച്ചി ഇത്ര നല്ലൊരു ഷിനോബി ആവുന്നതും ഇത്ര നല്ലൊരു ക്യാരക്ടർ ആവുന്നതും. ബോണ്ട് ആസ് എ സ്പെഷ്യൽ, ലിവ്ഡ് ആസ് എ വില്ലൻ, ഡൈഡ് ആസ് എ ഹീറോ, റിമെമ്പേർഡ് ആസ് എ ലെജൻഡ്. ഇറ്റാച്ചിയെക്കുറിച്ച് ഇതിൽ നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്കറിയില്ല. ഞാൻ എന്തു പറഞ്ഞാലും അതൊരു മീനിങ് ഫുൾ അല്ലാതായിപ്പോവും. ഈ ഒരു വാക്കുകൾ തന്നെ മതി അദ്ദേഹം എത്രത്തോളം ഇമ്പാക്റ്റാണ് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി എന്നുള്ളത് അറിയാൻ. എൻ്റെ ഉള്ളിൽ നിന്നുള്ളതല്ല, നറൂട്ടോ ആനിമെ കമ്മ്യൂണിറ്റിയിൽ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെയധികം വലുതാണ്. സോ അതൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. താങ്ക്സ്.